തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കേറ്റ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികൾ അനിവാര്യമായി വന്നിരിക്കുകയാണെന്ന് ഒടുവിൽ കോൺഗ്രസ് തുറന്നു സമ്മതിച്ചു. താഴെത്തട്ട് മുതൽ ബ്ലോക്ക്, ജില്ലാ, AICC തലം വരെ അടിമുടി മാറ്റം അനിവാര്യമാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് മാറിയേ തീരുവെന്നും കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറയുകയാണ്. ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോൽവി തുടർന്നതാണ് സ്വയം വിമർശനത്തിലേക്ക് എത്തിച്ചത്. കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയാണ് ആഭ്യന്തര വിമർശനം നടത്തിയത്. തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ തിരിച്ചടികൾക്ക് പിന്നാലെ പുനഃസംഘടന കർശനമായി നടപ്പിലാക്കാനും പെടുത്തിയിട്ടുണ്ട്. സംഘടനയുടെ ബലഹീനതകളും പോരായ്മകളും തിരുത്താൻ കടുത്ത തീരുമാനങ്ങൾ വേണ്ടിവരുമെന്ന് ഖാർഗെ ഇതോടെ വ്യക്തമാക്കി. തോൽവിയിൽ വോട്ടിംഗ് യന്ത്രത്തിലെ കൃത്രിമത്വമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച യോഗം ഇതിനെതിരെ പ്രചരണ പരിപാടി നടത്താനും തീരുമാനിച്ചിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തുമെന്ന് കരുതിയ ഹരിയാനയിലെ തോൽവിക്ക് വോട്ടിംഗ് യന്ത്രത്തെയാണ് പാർട്ടി പരസ്യമായി കുറ്റപ്പെടുത്തിയത് എങ്കിലും പ്രവർത്തക സമിതിയിൽ സംസ്ഥാന നേതാക്കളുടെ തമ്മിലടി പരാജയത്തിന് കാരണമായതായി നേതാക്കൾ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഐക്യത്തിന്റെ അഭാവവും വിരുദ്ധ പ്രസ്താവനകളും ദോഷമുണ്ടാക്കിയതായി ഖാർഗെയും രാഹുലും പറയുന്നുണ്ട്. ചർച്ചയിൽ ഒതുങ്ങരുത് എന്നും ഉടനടി നടപടി വേണമെന്ന സൂചനയോ ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന തെരഞ്ഞെടുപ്പ് പരാമർശം തന്നെയാണ് രാഹുലിനും ഉണ്ടായത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെക്കുറിച്ചുള്ള പരാമർശവും പ്രസംഗത്തിൽ നിഴലിച്ചു. തെരഞ്ഞെടുപ്പ് വൃത്തി മുൻനിർത്തി പരിശോധിച്ചാൽ വയനാടിന് വേണ്ടി നടത്തിയ ശ്രമം പോലും ഏറ്റവും സമ്പന്നമായ വലിയ സംസ്ഥാനം പിടിക്കാൻ ഉണ്ടായില്ല എന്ന് കാണാം. ജയിക്കാമായിരുന്ന പഞ്ചാബിലും മധ്യപ്രദേശിലും കോൺഗ്രസ് തോറ്റതിന് പിന്നാലെയാണ് ഹരിയാന, മഹാരാഷ്ട്ര തോൽവികൾ സംഭവിച്ചത്. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രകളെ വോട്ടാക്കി മാറ്റുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നും കാണാൻ സാധിക്കും. 5 മാസം മുൻപ് മഹാരാഷ്ട്രയിലെ 48-ൽ 31 ലോക്സഭാ സീറ്റിലും ജയിച്ച മഹാവികാസ് അഘാഡിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് കാരണങ്ങൾ പലതാണ്. കഴിഞ്ഞ മേയിൽ സംസ്ഥാനത്തെ 288-ൽ 155 സീറ്റിലും കോൺഗ്രസ്, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷവും NCPയുടെ ശരത് പവാർ സഖ്യത്തിനുമായിരുന്നു ലീഡ്. പക്ഷേ രാഷ്ട്രീയത്തിൽ 5 മാസം വളരെ വലിയ കാലമാണെന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും മറന്നുപോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ എല്ലാവരും കൂടി 49 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. 6 പതിറ്റാണ്ടിലാദ്യമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അർഹതയില്ലാത്ത വിധത്തിൽ തകർച്ചയും സംഭവിച്ചു. 288-ൽ 235 സീറ്റുകളിലും BJPയും ശിവസേനയുടെ ഷിൻഡെ പക്ഷവും അജിത് പവാർ പക്ഷവും വിജയം നേടുകയും ചെയ്തു. BJPക്ക് തനിയെ 132 സീറ്റുകളും ശിവസേനയ്ക്ക് 57 സീറ്റും NCPക്ക് 41 സീറ്റുകളും കിട്ടി. അതായത് BJP തൂത്തുവാരിയ വിജയം തന്നെയായിരുന്നു സംഭവിച്ചത്. UPA സർക്കാരിന് ഭരണ തുടർച്ച ഉറപ്പാക്കിയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയത്, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം തുടങ്ങിയവ മുതൽ NDA സർക്കാരിന്റെ പ്രധാനമന്ത്രി അന്നദാത അഭിയാൻ, ദീൻദയാൽ അന്ത്യോദയ, ഗ്രാമീൺ റോസ്ഗാർ, ഗ്രാം സഡക്, ആവാസ്, ആദർശ് ഗ്രാമം, സുകന്യ സമൃദ്ധി, ജനനി സുരക്ഷ, ജൻധൻ, ജൻ ഔഷധി, മുദ്ര, ഫസൽ ബീമ തുടങ്ങിയ വിവിധ യോജനകളും സൗജന്യ റേഷനും പാചകവാതക സിലിണ്ടർ വിതരണവും കക്കൂസ് നിർമ്മാണം വരെയുള്ള പദ്ധതികളും വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ പലതും അനിവാര്യവും രാജ്യവികസനത്തിനുള്ള മുതൽക്കൂട്ടുമാണെന്നതിൽ സംശയവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യമായ തിരുത്തലുകൾക്കും സോഷ്യൽ എഞ്ചിനീയറിംഗിനും BJP കൃത്യമായ ആസൂത്രണം നടത്തി. ചെറിയ പിണക്കത്തിലായിരുന്ന RSSനെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയും സജീവമായി രംഗത്തിറക്കാൻ BJPക്ക് കഴിഞ്ഞു. മഹാരാഷ്ട്ര ഭരണം പിടിക്കുകയെന്നത് സുപ്രധാനമാണെന്ന നാഗ്പൂരിലെ നേതാക്കൾക്കുള്ള തിരിച്ചറിവ് പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നുമില്ല. ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൽ ഞെട്ടിപ്പോയ കോൺഗ്രസും സഖ്യകക്ഷികളും അമിത ആത്മവിശ്വാസത്തിലുമായിരുന്നു. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റിയ ഉദ്ധവ് താക്കറെ MVAയുടെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിസമ്മതിച്ചതും തിരിച്ചടി തന്നെയായി. ശിവസേന അനുകൂലികളിൽ ആവേശം നഷ്ടമാകാൻ ഇതിന് കാരണവുമായി. മറാത്ത ഹിന്ദുത്വ വികാരം ഉണർത്തുന്നതിലും വ്യാമോഹിപ്പിക്കുന്നതിലും ദേവേന്ദ്ര ഫഡ്നാവിസിനും ഏക്നാഥ് ഷിൻഡെയ്ക്കും അജിത് പവാറിനും സാധിച്ചെന്നതും ശ്രദ്ധേയം തന്നെയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രചരണം ഹിന്ദുത്വ ധ്രുവീകരണത്തിലേക്ക് എത്തിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്നപ്പോൾ ഭൂരിപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാനുമായി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി തുടങ്ങിയവ ജനം മറന്നു കഴിഞ്ഞു. മുകൾ മുതൽ താഴെത്തട്ട് വരെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താതെ ഇനി രക്ഷയില്ല എന്ന് ഇതോടെ തന്നെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സാമൂഹ്യ സാമുദായ സമവാക്യങ്ങളും പ്രാദേശിക വിഷയങ്ങളടക്കം വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ട തന്ത്രങ്ങളും മുന്നൊരുക്കവും ഉണ്ടാകണമെന്നും മാപ്പർഹിക്കാനാവാത്ത തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇനിയും വിസമ്മതിക്കരുതെന്നും ശക്തമായ പ്രതിപക്ഷമില്ല എങ്കിൽ ജനാധിപത്യം തകരുമെന്നുമാണ് വിലയിരുത്തൽ വന്നത്. എന്നാൽ കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയും കോൺഗ്രസിന് കൈവിട്ടുപോയ ഏതാനും ചില സീറ്റുകൾ ചെറിയ തോതിലെങ്കിലും ചർച്ചയായി മാറിയിട്ടുമുണ്ട്.
ഒരു തരത്തിൽ പുനഃസംഘടനയിൽ അത് പ്രതിഫലിച്ചില്ല എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെപ്പറ്റി ചർച്ച വരുമ്പോൾ അത് സ്വാഭാവികമായി വീണ്ടും തലപൊക്കും. അത് VD സതീശന് ചെറിയ തോതിലെങ്കിലും വെല്ലുവിളിയുമാണ്. KPCC പ്രസിഡന്റിനെ പറ്റി നിലവിൽ നിരവധി വിമർശനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അനുകൂല സാഹചര്യമായിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ AICC ബന്ധവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് KC വേണുഗോപാലിനുള്ള രംഗപ്രവേശനം സുഗമവുമാകും. എന്നാൽ അതേസമയം തന്നെ പുനഃസംഘടന കേരളത്തെ ബാധിക്കില്ല എന്ന അല്പാശ്വാസത്തിൽ ഇപ്പോൾ സതീശനും കൂട്ടർക്കും മുന്നോട്ടു പോകാം.